പ്രധാന വാർത്തയിലേക്കാണ്. അൻവർ നിലപാട് പ്രഖ്യാപിച്ചാൽ ഉടൻ UDF തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃയോഗത്തിൽ ധാരണ. സ്ഥാനാർത്ഥിക്കെതിരായ നിലപാട് തിരുത്തി പിന്തുണ പ്രഖ്യാപിക്കണം. തൽക്കാലം അസോസിയേറ്റ് അംഗത്വം മാത്രമെന്നും തീരുമാനമായിരിക്കുകയാണ്. വിവരങ്ങളുമായി ആന്റണി ചേരുന്നുണ്ട്. ആന്റണി, അൻവറിനെ നിലപാട് പ്രഖ്യാപിച്ചാൽ ഉടൻ UDF തീരുമാനമുണ്ടാകുമെന്നാണ് നേതൃയോഗത്തിൽ ധാരണയായത്. കൂടുതൽ വിശദാംശങ്ങൾ. നിലവിൽ ഇന്ന് UDF യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ധാരണയാണ്. അതായത് നേരത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസിന്റെയും UDFന്റെയും നേതാക്കൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ ചേർന്ന UDF യോഗത്തിലും ധാരണയായിട്ടുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമായുള്ളത്. അതായത് നേരത്തെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ PV അൻവർ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ നടത്തിയ ആരോപണങ്ങൾ പിൻവലിക്കുക, സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ്. അങ്ങനെ പിന്തുണച്ച് ഒരു പ്രഖ്യാപനം അൻവർ നടത്തിയാൽ ഉടൻ തന്നെ അൻവറിന് UDFൽ അസോസിയേറ്റ് അംഗത്വം നൽകാമെന്നുള്ളതാണ് ഇപ്പോൾ UDFൽ ഉണ്ടായിട്ടുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്. നേരത്തെ UDF പ്രതിപക്ഷ നേതാവ് അടക്കം ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ കാര്യം ഈ കാര്യം തന്നെയാണ്. അതായത് ഈ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക, സ്ഥാനാർത്ഥിയെ എതിർത്ത് പറഞ്ഞുകൊണ്ട് UDFലേക്ക് അൻവറിന് കടന്നു വരാൻ കഴിയില്ല, മറിച്ച് UDF സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് വരിക എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ മുന്നോട്ട് വെച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇന്നിപ്പോൾ UDF യോഗത്തിലും പൊതുവായി ഉയർന്ന ഒരു ധാരണ എന്ന് പറയുന്നത്. അങ്ങനെ അൻവർ UDF സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് രംഗത്ത് വന്നാൽ ഉടൻ തന്നെ അൻവറിന് UDFൽ അസോസിയേറ്റ് അംഗത്വം നൽകും എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രഖ്യാപനം. ഏതായാലും ഇക്കാര്യം UDF കൺവീനർ ഉടൻ തന്നെ അൻവറിനെ അറിയിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഏതായാലും അൻവറിന്റെ പ്രതികരണം ഇനി എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. നേരത്തെ അൻവർ രാവിലെ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലൊക്കെ പറഞ്ഞത് UDF യോഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അതിനുശേഷം വരുന്ന തീരുമാനത്തിൽ ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടെന്നൊക്കെയാണ് അൻവർ പറഞ്ഞത്. അതുകൊണ്ട് താൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്ന തീരുമാനത്തിൽ തൽക്കാലം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അൻവർ പറഞ്ഞിരുന്നത്. ഏതായാലും ഇപ്പോൾ UDFന്റെ തീരുമാനം വന്നിരിക്കുന്നു. അൻവർ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക, അങ്ങനെ പിന്തുണച്ചാൽ UDFന്റെ അസോസിയേറ്റ് അംഗത്വം അൻവറിന് നൽകാമെന്നുള്ളതാണ് UDFൽ ഉണ്ടായിട്ടുള്ള ധാരണ. ശരി, കോൺഗ്രസ് നേതൃയോഗത്തിൽ ധാരണയായിരിക്കുകയാണ്. അൻവർ നിലപാട് പ്രഖ്യാപിച്ചാൽ ഉടൻ UDF തീരുമാനം ഉണ്ടാകുമെന്നാണ് ധാരണ. ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.